നമസ്കാരം. കാസർഗോഡ് പെരിയയിൽ നടന്ന ഇരട്ടക്കൊലപാതകങ്ങളിലെ ഇരകളിൽ ഒരാളായ കൃപേഷിനെ വധിച്ചത് ശരത്ലാലിന്റെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയായതിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. ഞായറാഴ്ച രാത്രി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് കൃപേഷ് ശരത്തിനൊപ്പം ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഇരുവർക്കുമെതിരെ ആക്രമണമുണ്ടാകുന്നത്. അക്രമികളെത്തിയത് ശരത്തിനെ വധിക്കാനായിരുന്നുവെന്നും എന്നാൽ ശരത്തിനൊപ്പം കൃപേഷും ഉണ്ടായിരുന്നതിനാൽ കൊലപാതകികളെ തിരിച്ചറിയുമെന്ന ഭയത്താലാണ് കൃപേഷിനെയും വധിച്ചതെന്നാണ് കാസർഗോഡ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. CPM നേതാക്കളെ ആക്രമിച്ച കേസിൽ പ്രതികളായവരാണ് ശരത്ലാലും കൃപേഷും എന്നാണ് പ്രചാരണം. ഈ ആക്രമണത്തിനുള്ള തിരിച്ചടിയായി നടന്നതാണ് ഇരട്ടക്കൊലപാതകമെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ശരത്തിനും കൃപേഷിനും മുൻപ് തന്നെ വധഭീഷണി ഉണ്ടായിരുന്നതായും പറയുന്നു. എന്നാൽ ശരത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു കൃപേഷെങ്കിലും CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എച്ചിലടുക്കത്തെ M പീതാംബരൻ, കേരള പ്രവാസി സംഘം വില്ലേജ് സെക്രട്ടറി കല്യോട്ട് സുരേന്ദ്രൻ എന്നിവരെ കല്യോട്ട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചൊരു സംഘം മാരകമായി ആക്രമിച്ച സംഭവത്തിൽ കൃപേഷ് പങ്കാളിയായിരുന്നില്ല. എന്നാൽ കേസ് വന്നപ്പോൾ കൃപേഷിനെയും പ്രതി ചേർത്തു. കേസിലെ ഒന്നാം പ്രതി ശരത്ലാലായിരുന്നു. ശരത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് കൃപേഷിന്റെ പേരും പാർട്ടിക്കാർ പോലീസിന് നൽകുകയായിരുന്നുവെന്നാണ് ആരോപണം. എന്നാൽ അക്രമം നടക്കുന്ന സ്ഥലത്ത് കൃപേഷ് ഉണ്ടായിരുന്നില്ല. ഈ വിവരം അന്വേഷണത്തിൽ മനസ്സിലാക്കിയതോടെയാണ് പോലീസ് പ്രതിപട്ടികയിൽ നിന്നും കൃപേഷിനെ ഒഴിവാക്കുന്നത്. കേസിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും CPMന്റെ ഭാഗത്തു നിന്നും ശരത്തിനൊപ്പം തന്നെ കൃപേഷിനെതിരെയും ഭീഷണി ഉണ്ടായിരുന്നതായി കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മാധ്യമങ്ങളോട് ഇക്കാര്യം കൃഷ്ണൻ പറയുന്നുണ്ട്. CPM നേതാവ് പീതാംബരനെ ആക്രമിച്ച കേസിൽ പാർട്ടിക്കാർ നൽകിയ പരാതിയിൽ കൃപേഷിന്റെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ സംഭവ സമയം അവർ സ്ഥലത്തില്ലാത്തതിനാൽ കേസിൽ നിന്നും പോലീസ് ഒഴിവാക്കുകയായിരുന്നു. പക്ഷേ അവരുടെ പട്ടികയിൽ അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃപേഷിനെയും കൊന്നതെന്നാണ് കൃഷ്ണൻ പറയുന്നത്. മൂർധാവിലായി ആഴത്തിൽ ഏറ്റ വെട്ടാണ് കൃപേഷിന്റെ ജീവനെടുത്തത്. കൊടുവാളുകൊണ്ടുള്ള ഈ വെട്ടിന് 11 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ ആഴവും ഉണ്ടായിരുന്നുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. കൃപേഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. പരിശീലനം കിട്ടിയ സംഘമാണ് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. ശരത്തും കൃപേഷും സഞ്ചരിച്ചിരുന്ന ബൈക്ക് പിറകിൽ നിന്നും ഇടിച്ചു വീഴ്ത്തിയ ശേഷം രണ്ടുപേരെയും സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയ ശേഷമായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.